ടിക്കറ്റ് കിട്ടാത്തതാണ് ട്രെയിൻ യാത്രക്കാരുടെ പ്രതിസന്ധി. ഒരു മാസം മുന്നേ വെയിറ്റിംഗ് ലിസ്റ്റ് 100 കടന്നു. മുൻകൂർ റിസർവേഷൻ ടിക്കറ്റ് എടുക്കാനുള്ള സമയപരിധി 60 കുറച്ചതും പ്രതിസന്ധിയായി. ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രയും ദുഷ്കരമാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് സുനിഷ യെല്ലൂർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ യെല്ലൂർ. എങ്ങനെ നോക്കിയാലും ബുദ്ധിമുട്ടാണ് സാർ എന്ന് പറയേണ്ടി വരുന്നുവല്ലേ? ഇതുവരെ എല്ലാം കേട്ടത് അങ്ങനെയാണ്. സുനിഷയും കാണുന്നത് അതാണോ? സുജയ, അങ്ങനെ തന്നെ പറയണം. കാരണം ഒരുപക്ഷെ ഈ യാത്രക്കാരുടെ പറഞ്ഞതുപോലെ അതേ ആ യാത്രക്കാരിൽ പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാനും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരാൾ എന്നുള്ള നിലയിലാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. കാരണം ട്രെയിൻ ടിക്കറ്റ് ഈ പറയുന്ന പോലെ നദീർ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ആയാൽ പോലും ഈ വെള്ളിയാഴ്ച സമയത്തോടടുക്കും പോലും വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ പോലും ട്രെയിൻ ടിക്കറ്റ് ഒട്ടും കിട്ടാറില്ല. ഇപ്പോൾ ഉത്സവ സീസൺ കൂടി ആയതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. കാരണം നമ്മൾ ജനുവരിയുള്ള ടിക്കറ്റ് നോക്കുമ്പോൾ പോലും 100 കടന്നിരിക്കുന്നു റിസർവേഷൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെ ബുക്ക് ചെയ്ത് പോകുമെന്നത് തന്നെയാണ്. ഈ 100 വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ 100 കടന്നവർക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കൊന്നും അത് കൺഫേം ആയി കിട്ടുക എന്ന് പറയുന്നതും അത്രയധികം ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇവർ പറയുന്നത് വെച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്നും മലബാർ മേഖലയിലേക്കുള്ളത്, ബാംഗ്ലൂരിലേക്ക് പോകുന്ന, ചെന്നൈയിലേക്ക് പോകുന്ന, അവിടെ നിന്നും തിരിച്ചു വരുന്ന, ഒപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ട്രെയിൻ സർവീസിൽ ഇവിടെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാരണം നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ ഈ ബുക്കിംഗിൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആവുന്നു, പിന്നെ അത് ടിക്കറ്റ് കിട്ടാതാവുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ നേരത്തെയൊക്കെ 4 മാസമായിരുന്നു മുൻകൂറായി ബുക്ക് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ അത് പിന്നീട് 2 മാസമായി കുറച്ചു. അത് വലിയ ബുദ്ധിമുട്ടായി. ഈ 60 ദിവസം എന്ന രീതിയിലേക്ക് കുറച്ചത് ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ പല വിധേനയാണ് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ട്സ് ഓൺ റെയിലിന്റെ പ്രതിനിധി നമ്മളോട് കൂടിയുണ്ട്. ചേട്ടാ, ഇതിപ്പോ എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ട് നേരിടുന്നത്? ശരിക്കും ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക അനുഭൂതിയാണ്. അപ്പോൾ ഈ ഉത്സവങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ അത് മാറുന്നതല്ല. അപ്പോൾ പക്ഷേ ഇന്ത്യൻ റെയിൽവേ ഇത് വേണ്ട മുൻകൂറായി എടുക്കുകയോ വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടോ ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ പ്രമുഖ നഗരങ്ങളായ ബാംഗ്ലൂർ, ചെന്നൈയിലോട്ടൊന്നും ഒരു സ്പെഷ്യൽ ട്രെയിനോ വണ്ടികളോ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിലില്ല എന്ന് മാത്രമല്ല, സ്വകാര്യ ലോബികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നിലപാടെടുക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഇതിനൊരു പരിഹാരം കാണാനാണ് ഇപ്പൊ എന്ത് വേണമെന്നുള്ളത്? ഒന്നാമത്തെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണമുള്ള ട്രെയിനുകൾ വേണം. കമ്പാർട്ട്മെന്റ് ഉള്ള ട്രെയിനുകളിൽ കൂടുതൽ കമ്പാർട്ട്മെന്റുകൾ വേണം എന്ന് മാത്രമല്ല, പലയിടത്തും വളരെ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. അതായത് ബൾക്കായിട്ട് റിസർവേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് മാറ്റിയെടുക്കുക, അനധികൃതമായ ബുക്കിംഗ് നടക്കുക എന്നുള്ളത് അത് റെയിൽവേ ഇടയ്ക്ക് നടപടിയിലെടുത്ത് പരിഹരിച്ചതാണ്. പക്ഷെ വീണ്ടും അതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുമൊക്കെ റെയിൽവേ വേണ്ട നടപടിയെടുത്ത് യാത്രക്കാർ സഹായിക്കണമെന്നാണ് പറയുന്നത്. ടിക്കറ്റ് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ജനറലിലേക്ക് കയറാന്ന് വെച്ചാൽ അവിടെ എല്ലായിടത്തും ബുദ്ധിമുട്ടാണ്. ടിക്കറ്റ് കിട്ടാത്തത്, ടിക്കറ്റ് നിരക്ക് കൂടുന്നത്, അതൊക്കെയാണ് ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ട്. സുനിഷ യെല്ലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.